പല വീടുകളിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം മുകളിൽ അപ്സ്റ്റെയറിൽ ഉണക്കായിട്ടിരിക്കുന്ന തുണി അത് എടുത്തു കൊണ്ടുവന്ന് അലമാരയിൽ വെക്കുന്നത് വരെ ആ മുകൾ ഭാഗത്തെ ഡോറ് തുറന്ന് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെ പോലെ അത് അടയ്ക്കാനും മറക്കും. പക്ഷേ ഈ ഒരു സാഹചര്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലത്തെ പല കള്ളന്മാരും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ എല്ലാ ഡോറും അടഞ്ഞിട്ടില്ലേ എന്നുള്ളത്, പ്രത്യേകിച്ച് അപ്സ്റ്റെയർത്തെ ഡോറ്, ഓപ്പൺ ടെറസൊക്കെ ഉള്ള ഡോറ് അടഞ്ഞിട്ടില്ലേ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചാൽ നന്നാവും. ഇയാളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തോളം കാര്യം, ഇയാളുടെ കാര്യം സാധാരണ ഇയാൾ ഇങ്ങനെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ വീടുകളുടെ ടെറസിന്റെ സൈഡിൽ മഴക്കാലമായിരുന്നെങ്കിൽ ഈ മഴ കൊള്ളാത്ത സൈഡിൽ ഇങ്ങനെ തുണിയോ തോരിയിടും. തുണി തോരിട്ട് വീട് ശ്രദ്ധിക്കും, മാർക്ക് ചെയ്തിട്ട് വൈകുന്നേരം വീണ്ടും ആ വഴിക്ക് വരുമ്പോൾ തുണിയൊക്കെ എടുത്തിട്ടുണ്ടാവും. തുണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വാതിൽ അടക്കില്ല എന്നുള്ളൊരു ഫോർമാറ്റ് ഇയാൾക്കുണ്ട്. എന്നിട്ട് രണ്ട് കയ്യിലും തുണി പിടിച്ചിട്ടാണ് ഒരു സ്ത്രീകള് അകത്തേക്ക് കടന്നു പോവുക. ആ വാതിൽ വെറുതെ ചാരുള്ളൂ, പിന്നീട് തുണി നിലത്ത് താഴെ കൊണ്ടിട്ട് മറന്നു പോവത്. അങ്ങനത്തെ വീട്ടിലാണ് ഇയാൾക്ക് ആവുക. ഇയാൾക്കെതിരെ 30ഓളം കളവ് കേസ് തന്നെയുണ്ട്. വേറൊരു കേസും ഇല്ല, 30ഓളം കളവ് കേസ് തന്നെയുണ്ട്. 2002 മുതൽ തുടങ്ങിയിട്ടുള്ള കേസാണ്. 30ഓളം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ഷാജഹാൻ വീണ്ടും പിടിയിൽ. കുറ്റിപ്പുറം രാങ്ങാട്ടൂർ പള്ളിപ്പടിയിൽ ജൂലൈ 17 നടന്ന മോഷണക്കേസിലെ പ്രതിയായ ഒഴൂർ കുട്ടിയാനകത്ത് ഷാജഹാനെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത്. CCTVയും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തിരൂരങ്ങഴിയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. രാങ്ങാട്ടൂർ പള്ളിപ്പടിയിൽ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ പുലർച്ചെ 2 മണിക്ക് അടുക്കളയുടെ പൂട്ട് തുറന്ന് കയറിയ ഷാജഹാൻ ഉറങ്ങിക്കിടന്നിരുന്ന 1.5 വയസ്സുള്ള കുട്ടിയുടെ 1 പവൻ മാല, 3/4 പവൻ പാദസരം, 1/2 പവൻ വള എന്നിവയാണ് മോഷ്ടിച്ചത്.